നിങ്ങളൊരു കുറ്റം ചെയ്ത, അതായത് ആരെയും കൊന്നാൽ നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച്, നിയമത്തെ പറ്റിച്ച്, ജഡ്ജിയെ പറ്റിച്ച് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം? 2014 സെപ്റ്റംബറിൽ മറ്റേ അമേരിക്കൻ ടെലിവിഷൻ നെറ്റ്വർക്കായ ABC അതിലൂടെ സംപ്രേഷണം ആരംഭിച്ച് ടെലിവിഷൻ ക്രൈം ത്രില്ലറുള്ള ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു മാസ്റ്റർ പീസ് ലീഗൽ ഡ്രാമയാണ് ഹൗ ടു ഗെറ്റ് അവേ വിത്ത് മർഡർ. പീറ്റർ നോവാക്ക് സംവിധാനം ചെയ്ത് വിഖ്യാത നിർമ്മാതാവ് ഷോണ്ട റൈംസ് നിർമ്മിച്ച ഈ പരമ്പര, ഈ സീരീസ് 6 സീസണുകളിലായിട്ട് ഏതാണ്ട് 90 എപ്പിസോഡുണ്ട്. അതിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ തന്നെ ആ ഒരു സസ്പെൻസ്, സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഇത് അതിൻ്റെ മുൾമുനയിൽ നിർത്തി. ഇത്ര ഗംഭീര ഒരു ഐറ്റം. ഇതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് ഓരോ എപ്പിസോഡ് ഏതാണ്ട് 45 മിനിറ്റ് വീതമുണ്ട് ആവറേജ്. പിന്നെ എന്താ പറയുക, മൊത്തം ഏതാണ്ട് 90 എപ്പിസോഡുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കിഡിലൻ സാധനമാണ് ഹൗ ടു ഗെറ്റ് അവേ വിത്ത് മർഡർ. ഒരു സാധാരണ മർഡർ മിസ്റ്ററി കാണുമ്പോൾ നമ്മൾ എന്നാ ചോദിക്കുന്നത്, ആരാണ് ഈ പാതകം ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകം ചെയ്തത്? എന്നാൽ ഇവിടെ വരുമ്പോൾ, ഈ സീരീസിൽ വരുമ്പം ടോട്ടലി ചോദ്യം വേറെ ഒന്നാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നിയമത്തിലെ പഴുതും നുണയും വ്യാജ തെളിവും ഉടായ്പും ഒക്കെ വെച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഹൗ ടു ഗെറ്റ് അവേ. അതാണ് ഈ സീരീസിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായ വിയോള ഡേവിസ്. പുള്ളിക്കാരിയുടെ അനലീസ് കീറ്റിംഗ് എന്ന ആണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരി ഒരു എന്നാ പറയുന്നത്, തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ ഡിഫൻസ് അറ്റോർണിയാണ്. പ്രൈം ടൈം എമി അവാർഡ് ചരിത്രത്തിൽ മികച്ച നടിക്കുള്ള എമി പുരസ്കാരം അടിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയാണ് വിയോള. അത് കിട്ടിയത് ഈ ഒറ്റ സീരീസിലെ ഈ സീരീസിലെ കഥാപാത്രം കൊണ്ട് മാത്രമാണ്. കൂടാതെ പിന്നെ 2 സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡുകളും ഈ സീരീസിൽ കൂടെ പുള്ളിക്കാരിക്ക് കിട്ടി. അനലീസിനപ്പോൾ ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നത് കീറ്റിംഗ് 5 എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി കൂട്ടമാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെസ് ഗിബിൻസ് ആണ് എൻ്റെ ലീഡല്ല, ഈ വിദ്യാർത്ഥി കൂട്ടത്തിലെ അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ഇടയിലെ മെയിൻ പുള്ളിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആൽഫ്രഡ് ഇനോക്ക് എന്ന് പറയുന്ന ആക്ടറാണ് അത് ചെയ്തേക്കുന്നത്. പുള്ളി ട്രോയ് സീരീസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു നടനാണോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ സ്ഥായി ഭാവം ഒരു പുച്ഛഭാവമൊക്കെ പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയാണോന്നില്ല. പുള്ളിക്കാരനാണ് വെസ് ഗിബിൻസിൻ്റെ റോൾ ചെയ്യുന്നത്. പിന്നെ കോണർ ആൽവാഷ്, മൈക്ല പ്രാറ്റ്, നവോമി ചെയ്യുന്നു. നവോമി കിങ് എന്ന് പറയുന്ന പുള്ളിക്കാരി ചെയ്യുന്നു. ആഷൽ മിൽസ്റ്റോൺ ആയിട്ട് മാറ്റ് ലോറൽ കാസ്റ്റലുമായിട്ട് കാർല സൂസ. പിന്നെ ഇവരുടെ കൂടെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് പിന്നെ എത്തുന്നത് ലിസാവെൽ ചെയ്ത ബോണി വിൻ്റർ ബോട്ടം, പിന്നെ ചാർലി വൈബർ ചെയ്ത ഫ്രാങ്ക് ഡെൽഫിനോ, പിന്നെ കൺറാഡ് ഗമോറ ചെയ്ത ഒലിവർ ഹാംപ്റ്റൺ, പിന്നെ ബില്ലി ബ്രൗൺ ചെയ്ത നെയ്ഡ് ലേ. എല്ലാം ഇത്രയാണ് അതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഫിലാഡൽഫിയയിലെ ഒരു കൊടുങ്കാട്ടിൽ ചോരയിൽ മുങ്ങി കുളിച്ച ഒരു ശവമായിട്ട് നിൽക്കുന്ന 4 നിയമ വിദ്യാർത്ഥികളിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. ഈ സീരീസ് തുടങ്ങുന്നത്. അത് വേറെ ആരുടെയും ബോഡിയല്ല, അവരെ നിയമം പഠിപ്പിക്കുന്ന സാക്ഷാൽ അനലീസ് കീറ്റിങ്ങിൻ്റെ കെട്ടുവൻ്റേതാണ്. ഒരു കൊലപാതകം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കുറ്റകൃത്യം. അതങ്ങനെ ഒരു ഒന്നിൽ നിന്ന് ഒന്ന് മറയ്ക്കാൻ വേണ്ടി അടുത്ത് പിന്നെ ചെയ്തു അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങ് പോവാണ്. അതിൻ്റെ ഓരോ എപ്പിസോഡിലും നല്ല കിടലും ട്വിസ്റ്റും ഭയങ്കര എൻഗേജിങ് ആണ്. ഇത് നമ്മൾ ബോറടിപ്പിക്കല്ലോ, ഇങ്ങനെ ടക്കേന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിസങ്കീർണവും ഭയങ്കര ആഴവും ഡെപ്തും ഒക്കെയുള്ള കഥാപാത്രങ്ങളിലൂടെയാണ്. ഈ സീരീസ് പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, ഇവിടെ ആരും പൂർണ്ണമായിട്ടും നല്ലവരോ ചീത്തയോ അല്ല. ഓരോരുത്തരും അതിജീവനത്തിനായിട്ട് പൊരുതുന്ന സാധാരണ മനുഷ്യരാണെന്നുള്ളതിൻ്റെ അതാണ് പറഞ്ഞു വെക്കുന്നത്. ഈ
അനലീസ് കീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിലാഡൽഫിയയിലെ മിഡിൽട്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും രാജ്യത്തെ ഏതാണ്ട് ഏറ്റവും മികച്ച ക്രിമിനൽ ഡിഫൻസ് അറ്റോർണിയും ആണ്. കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീക്ക് വെള്ളക്കാരുടെ അപ്പർ ഹാൻഡുള്ള ഒരു ലോകത്ത് പിടിച്ചു നീക്കാൻ ഒരു വലിയ കവചം അല്ലെങ്കിൽ ഒരു മാസ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഭയങ്കര എന്നാ പറയുന്നത്, നമ്മുടെ വാത്സല്യത്തിലെ മമ്മൂക്കയെ പോലെയൊക്കെ ഭയങ്കര കർക്കശത്വവും ഭയങ്കര ഗാംഭീര്യമൊക്കെ എടുത്താണ്. പക്ഷെ ആ മാസ്കിനകത്ത് സ്വന്തം അമ്മാവനിൽ നിന്ന് നേരിട്ട എന്നാ പറയുന്നത് ലൈംഗിക പീഡനയും പിന്നെ കാറപകടത്തിൽ പുള്ളിക്കാരി ഗർഭം അബോട്ടായി പോയായിരുന്നു. അപ്പം അങ്ങതും അങ്ങനെ ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. ഒരുപാട് ലേയേഴ്സുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. ഈ വെള്ളവടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏകാന്തതയുടെ ഇതായിട്ട് അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്സിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള കള്ളുകൂടിയും ഒക്കെയാണ് പുള്ളിക്കാരി. അതിന് കുറ്റം പറയാൻ പറ്റില്ല, പുള്ളിക്കാരിയുടെ സ്റ്റോറി അങ്ങനെയാണ്. പിന്നെ വരുന്ന വെസ് ഗിബിൻസ് എന്ന് പറയുന്ന വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ലക്ക് കൊണ്ട് മാത്രം ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് വെസ് ഗിബിൻസ്. ആള് പാവം അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാവപ്പെട്ട ശാന്തൻ, നിഷ്കളങ്കനായിട്ടൊക്കെ തോന്നും. പക്ഷെ അവന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രോമയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് നേരിട്ട് കണ്ടാണ്. അന്ന് അവൻ കുഞ്ഞാണ്. അപ്പം ആ ഒരു ട്രോമയൊക്കെ അവനുണ്ട്. അവനാണെങ്കിൽ ഈ അനലീസിനോടുള്ളത് ഒരു പ്രൊഫസറോടുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാളും കൂടുതൽ അവൻ്റെ ഒരു അമ്മയെ പോലെയൊക്കെ കാണുന്ന ഒരാളാണ്. പിന്നെ വരുന്നത് കോണർ വാൽഷാണ്. പുള്ളി ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അതിനൊത്ത അഹങ്കാരവും ഓവർ കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. പുള്ളി ഗേ ആണ്. ഇപ്പോൾ ഒരു കേസ് ജയിക്കാനോ തെളിവ് കൈക്കലാക്കാനോ ഒക്കെ ആരെയും വശീകരിക്കാൻ ഒരു മടിയില്ലാത്ത കക്ഷിയാണ്. വെച്ചാൽ ട്യൂൺ ചെയ്തോ അങ്ങനെ എന്തും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കൊലപാതകം നേരിട്ട് കണ്ടപ്പോൾ പുള്ളിയുടെ ഈ ഇതൊക്കെ തീർന്ന് പുള്ളി ഒരു റിപ്പൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ ഭാരം താങ്ങാനാകാതെ മാനസികമായി ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന വ്യക്തിയായിട്ട് ഈ കോണർ മാറുവാണ്. ഈ കോണറിൻ്റെ ബോയ് ഫ്രണ്ടാണ് ഒലിവർ ഹാംപ്റ്റൺ. കോൺറാഡ് ഒരു IT പ്രൊഫഷണലാണ്. പുള്ളി എലൈറ്റ് ഹാക്കറാണ്. പുള്ളി എവിടെയും കയറി ചെല്ലും. തുടക്കത്തിൽ കേസ് അതിൻ്റെ കിളവ് ചോർത്താനായിട്ട് കോണർ ഇവനെ ഉപയോഗിക്കുമായിരുന്നു. അതൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം ഉപയോഗിക്കുമായിരുന്നെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ ആഴത്തിൽ ഡീപ്പ് ലവിലേക്ക് പോകുന്നു. ഒരു പ്രണയ ജോഡികളായി മാറുകയാണ്. സീരീസിലെ ഏറ്റവും നിഷ്കളങ്കനായ കഥാപാത്രത്തിൽ നിന്ന് ഗ്രൂപ്പിനോടുള്ള സ്നേഹം കാരണം ഹാക്കിങ്ങും തെളിവ് നശിപ്പിക്കലും ചെയ്യാൻ മടിക്കാതെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഒലിവർ മാറുകയാണ്. പുള്ളിക്ക് HIV പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോഴും തളരാതെ കോണർക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വൈകാരിക ശക്തിയാണ് ഒലിവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു മൈക്കല പ്രാറ്റ് തീവ്രമായ അതിമോഹമുള്ളവൾ എന്ന് വെച്ചാൽ അതായത് ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് മോശം കുടുംബത്തിൽ നിന്നും ഒക്കെ കഠിനാധ്വാനം കൊണ്ട് മാത്രം വന്നയാളാണ്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വരെ എത്തണം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ സ്വന്തം കരിയറും നിലനിൽപ്പും സംരക്ഷിക്കാൻ ആരെ ഉപേക്ഷിക്കാനും മടിക്കാത്ത ഒരു സർവൈവറാണ് മൈക്കല. പിന്നെ ആഷർ മിൽസ്റ്റോൺ, പ്രശസ്തനായ ഒരു ഫെഡറൽ ജഡ്ജിയുടെ മകൻ. പണത്തിനും പ്രിവിലേജുകൾക്കും നടുവിൽ വളർന്ന ഭയങ്കര തമാശക്കാരനായ എന്നാൽ സ്വയം എന്തെങ്കിലും തെളിയിക്കാൻ നിരന്തരം കൊതിക്കുന്ന ഒരു യുവാവ്. കൂട്ടത്തിലെ നിഷ്കളങ്കനായ തമാശക്കാരനിൽ നിന്ന് പുള്ളി അപ്പൻ്റെ ചതിയും കാമുകിയുടെ വഞ്ചനയൊക്കെ കാരണം ഒരു കൊലപാതകിയായി മാറുന്ന ദുരന്ത കഥാപാത്രം. ലോറൽ കാസ്ട്ലോ, മെക്സിക്കൻ അധോലോക ബിസിനസ് പശ്ചാത്തലമുള്ള അതിസമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടി. അച്ഛൻ്റെ ക്രിമിനൽ ജീവിതം കാരണം വീട് വിട്ടിറങ്ങിപ്പോയ ശാന്ത സ്വഭാവക്കാരി. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പം ക്ലാസ്സിലോ കുടുംബത്തിൻ്റെ അതേ കുറ്റാന്വേഷണ ബുദ്ധി ലോറയിൽ നിന്ന് പുറത്തു വരുന്നു. പിന്നെ നെയ്റ്റ് ലേഹ, ഒരു ഡെഡിക്കേറ്റഡ് പോലീസ് ഡിറ്റക്റ്റീവും അനലീസിൻ്റെ രഹസ്യകാമുകനും. അനലീസ് കാരണം ലീലാവത് കേസിലും സാംസ് കൊലക്കേസിലും വ്യാജമായി പ്രതിയേർക്കപ്പെട്ട് ജോലി പോകുന്ന വ്യക്തി. അതായത് ഇങ്ങനൊരു
അവരുടെ അതായത് നമ്മുടെ അനലീസിൻ്റെ രഹസ്യ കാമുകനാണ്. ഓക്കെ, പുള്ളി ഈ പോലീസുകാരനിൽ നിന്ന് വ്യവസ്ഥയുടെ ചതി കാരണം കയ്യിലെടുക്കുന്ന സ്വന്തം അപ്പൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കൊലപാതകം വരെയും ചെയ്യുന്ന ശക്തനായ ഒരു കഥാപാത്രമാണ്. പുള്ളി അടിപൊളിയാണ്. പിന്നെ വിൻ്റർ ബോട്ടം, പുള്ളിക്കാരി അനലീസിൻ്റെ വലങ്കയായിട്ടുള്ള അസോസിയേറ്റ് അറ്റോർണിയാണ്. ബാല്യകാലത്ത് അപ്പനാൽ ഭയങ്കര ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ബോണിയെ അവിടുന്ന് നിയമ പോരാട്ടത്തിൽ കൂടെ രക്ഷിച്ചത് അനലീസാണ്. അതുകൊണ്ട് തന്നെ അനലീസിനോടുള്ള ബോണിയുടെ സമർപ്പണം അല്ലേ ഒരു ഇതെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭ്രാന്തമായ ഭക്തിയാണ്. അനലീസിനായിട്ട് സ്വന്തം കൈകൾ രക്തത്തിൽ മുക്കി പൊക്കാൻ പോലും ബോണിക്ക് ഒരു നിമിഷത്തെ മടിയില്ല. പുള്ളിക്കാരി പറഞ്ഞാൽ എന്തും ചെയ്യും. അനലീസിൻ്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററും ഹിറ്റ്മാനുമാണ് ഫ്രാങ്ക് ഡെൽഫിനോ. പുള്ളിക്കാരൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളാണ്. പുള്ളിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അനലീസിൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ കാരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റാണെന്നുള്ളതിൻ്റെ ഒരു വല്ലാത്ത കുറ്റബോധം ഫ്രാങ്കിൻ്റെ ഉള്ളിലുണ്ട്. ആ കടം വീട്ടാനാണ് ഫ്രാങ്ക് അനലീസിൻ്റെ എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുന്നത്. സീരീസ് മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു വശത്ത് ലീല സ്റ്റാൻഗാർഡ് എന്ന പെങ്കൊച്ചിൻ്റെ തിരോധാനം, കൊലപാതകം, ഇപ്പുറത്ത് പ്രൊഫസർ അനലീസിൻ്റെ ക്ലാസ്സിലെ മിടുക്കരായ 5 വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായിട്ട് അനലീസിൻ്റെ ഭർത്താവായ സാമിൻ്റെ കൊലപാതകത്തിൽ പങ്കാളികളാവുന്നു. സാധാരണ രീതിയിൽ ഒരു പോലീസിന് മുന്നിൽ കീഴടങ്ങണ്ടാണ്. എന്നാൽ അനലീസ് തൻ്റെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുകയാണ്. പുള്ളിക്കാരി തെളിവുകൾ നശിപ്പിക്കുന്നു, സാമിൻ്റെ ഡെഡ് ബോഡി കൊണ്ട് കത്തിക്കാൻ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തുടർന്ന് ഓരോ സീസണിലും ആദ്യത്തെ തെറ്റ് മറയ്ക്കാനായിട്ട് ഇവർ ചെയ്യുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു പടുകുഴിയിലേക്ക് വീഴുന്നു. ഒലിവറിൻ്റെ ഹാക്കിംഗ് വൈദ്യം നെറ്റ്ലയുടെ ഇൻവെസ്റ്റിഗേഷൻ ബന്ധങ്ങളൊക്കെ ഈ കുറ്റകൃത്യം മൂടി വെക്കാനും സത്യം പുറത്തു കൊണ്ടുവരാനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രശ്നം വന്നു കഴിയുമ്പോൾ വ്യക്തിബന്ധങ്ങൾ തകരും, പരസ്പര വിശ്വാസം നഷ്ടപ്പെടും. ഇവിടെയൊക്കെ അതൊക്കെ തന്നെ സംഭവിക്കുന്നു. പുതിയ പുതിയ കൊലപാതകങ്ങൾ വരുന്നു. അങ്ങനെ പോകുന്നൊരു സാധനമാണ് അത്. ഇതിൻ്റെ ആദ്യത്തെ സീസൺ എന്ന് പറഞ്ഞാൽ മിഡിൽ ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ ലീല സ്റ്റാൻഗാർഡ് എന്ന് പറയുന്ന പെങ്കൊച്ചിൻ്റെ മൃതദേഹം ഡെഡ് ബോഡി വാട്ടർ ടാങ്കിൽ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ട് സംശയിക്കുന്നത് അവിടെ കാമുകനും ഡ്രഗ് ഡീലറുമായ റബേക്ക എന്ന് പറയുന്നൊരു പെങ്കൊച്ചിനെയാണ്. റബേക്ക വെസ്സിൻ്റെ അടുത്ത ഫ്ലാറ്റിലെ അയൽക്കാരിയായിരുന്നു. വെസ് അവളുമായിട്ട് അടുപ്പമുണ്ടാക്കുകയും അവൾ നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നെ വെസ് അനലീസിനോട് റബേക്കയ്ക്ക് വേണ്ടി വാദിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അനലീസ് അത് കണ്ടുപിടിക്കുന്നത്. അതായത് ലീലയുടെ കാമുകൻ റബേക്കയല്ല, മറിച്ച് സ്വന്തം കെട്ടിയവനായ സാം കീറ്റിംഗ് ആണ്. അത് സാമിൻ്റെ കൊച്ചിനെ ലീല ഗർഭിണിയായിരുന്നു. ലീല ഗർഭത്തിൻ്റെ കാരണം ഈ സാമും. ഇതറിഞ്ഞ് അനലീസ് ആകെ വീണു പോവുകയാണ്. അപ്പോൾ സാം ലീലയെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന തെളിവുകൾ റബേക്ക കണ്ടെത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് കോണർ തൻ്റെ കാമുകനായിട്ടുള്ള ഒലിവറിൻ്റെ അസാധാരണ ഹാക്കിംഗ് കഴിവുകൾ ഉപയോഗിച്ച് സാമിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുകയാണ്. അതേസമയം സാമിൻ്റെ മേൽ സംശയം വരുമ്പോൾ അനലീസ് തൻ്റെ കാമുകനായ പോലീസ് ഓഫീസർ നേറ്റ്ലെയെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ കഥ തിരിയുമ്പോൾ സാമിൻ്റെ കൊലപാതക കേസിൽ സ്വന്തം കാമുകനായ നേറ്റിനെ തന്നെ പ്രതിയാക്കി കൊടുക്കാനും അനലീസ് നോക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ സാമിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് റബേക്ക സാമിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നുണ്ട്. അപ്പം ഇതറിഞ്ഞെത്തുന്ന സാം റബേക്കയെ കൊല്ലാൻ ശ്രമിക്കുന്നു. റബേക്കയെ രക്ഷിക്കാനായിട്ട് വെസ്റ്റ് കോർണർ മൈക്കൽ റോറൽ എന്നിവർ അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ചെറിയ കശപിശയൊക്കെ ഉണ്ടാകുന്നു. മൈക്കിൾ സാമിനെ മുകളിലെ നിലയിൽ നിന്ന് താഴോട്ട് തള്ളിയിടുന്നു. സാം തീർന്നെന്ന് കരുതി ഒരു ഭയന്ന് നിൽക്കുമ്പോൾ സാം പെട്ടെന്ന് എഴുന്നേറ്റ് റബേക്കയുടെ കഴുത്തിയിരിക്കുന്നു. കഴുത്ത് ഞെക്കി പിടിക്കുകയാണ്. ആ സമയത്ത് വേറൊന്നും ആലോചിക്കാതെ വെസ് അവിടെ ഉണ്ടായിരുന്നൊരു ഭാരമുള്ളൊരു വലിയ പ്രതിമയെടുത്ത് സാമിൻ്റെ തലക്കെട്ടടിച്ച് പുള്ളി അവിടെ വെച്ച് തന്നെ തീർക്കുകയാണ്. പേടിച്ചു പോയ പിള്ളേരെല്ലാം കൂടെ ഡെഡ് ബോഡി രാത്രി കൊണ്ട് കത്തിക്കാനും കുഴിച്ചു മൂടാനും ഒക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഈ രാത്രി മുഴുവൻ അവർക്കൊപ്പം നിഴൽ പോലെ ഒരു കക്ഷി ഉണ്ടായിരുന്നു, അനലീസ് കീറ്റിംഗ്. സാമിൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ പകച്ചുന്ന വെസ്സിനോട് അനലീസ് പറയാണ്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളാരും പിടിക്കപ്പെടില്ല എന്ന്.
തുടർന്ന് സാം തന്നെ വിട്ട് വേറെ ഏതോ പെണ്ണുമായിട്ട് ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനായിട്ട് അനലീസ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. മിസ്സിംഗ് പേഴ്സൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ സാമിൻ്റെ കാമുകി ലീല യഥാർത്ഥത്തിൽ കൊന്നത് സാമിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്രാങ്ക് ആണെന്ന സത്യം പതിയെ റിവീലാകുന്നു. അപ്പോൾ സീസണിൻ്റെ അവസാന ഭാഗത്തിൽ സാം മരിച്ച രാത്രിയിലെ സത്യങ്ങൾ പുറത്ത് പറയുമെന്ന് ഭയന്ന് റബേക്കെ അനലീസിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റ് വെച്ച് ബോണി അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒന്നാമത്തെ എപ്പിസോഡ് സീസൺ കഴിയുന്നു. സീസൺ 2 വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ സീസൺ തുടങ്ങുന്നത് തന്നെ ശതകോടീശ്വരന്മാരായ മാതാപിതാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികളായ കാലബ്, കാതറിൻ എന്നീ ദത്തെടുക്കപ്പെട്ട സഹോദരങ്ങളുടെ കേസിലൂടെയാണ്. അനലീസ് ഈ കേസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പ്രോസിക്യൂട്ടർ എമിലി അനലീസിൻ്റെ അവളുടെ വിദ്യാർത്ഥികളുടെയും നോട്ടം ഇട്ടിട്ട് അന്വേഷണം മുറുകുന്നു. ആഷറിൻ്റെ അപ്പൻ്റെ മുൻകാല അഴിമതികളൊക്കെ സിൻക്ലെയർ പരസ്യമാക്കുകയാണ്. അപ്പം പുള്ളി നാണക്കേട് സഹിക്കാൻ പറ്റാണ്ട് പുള്ളി തൂങ്ങിയിരിക്കും. മാനസിക നില തെറ്റിയ ആഷർ പാർക്കിംഗ് ഗാരേജിൽ വെച്ച് പ്രോസിക്യൂട്ടർ സിൻക്ലെയറെ തൻ്റെ കാർ ഇടിപ്പിച്ച് കൊന്നുകളയും. പേടിച്ച് പോയിട്ട് ആഷർ ബോണിയെ വിളിക്കുന്നു. സിൻക്ലെയറുടെ ഡെഡ് ബോഡി ആയിട്ട് അവർ ഹാബ്സ്റ്റൺ മാൻഷനിലെത്തുന്നു. അവിടെ വീണ്ടും അനലീസ് ഇവരുടെ രക്ഷയായിട്ട് രംഗത്തെത്തുകയാണ്. സിൻക്ലെയറെ കൊന്നത് കാതറിനാണെന്നും കാതറിൻ തന്നെ വെടിവെച്ചു എന്നും വരുത്തി തീർക്കാനായിട്ട് അനലീസ് ഒരു ഭ്രാന്തൻ ഐഡിയ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ സാധനം പിന്നെ നമ്മൾ പല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാലും അതിനൊരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാലെ വെടിവെക്കാനായിട്ട് അനലീസ് ഓരോ പിള്ളേരോടും പറയാണ്. അപ്പോൾ കോണർ മൈക്കിലും ലോറലും പേടിച്ച് പിന്മാറുകയാണ്. ഒടുവിൽ അനലീസ് വെസ്സിൻ്റെ അടുത്തോട്ട് വരുന്നു. ഇപ്പോൾ വെസ് തോക്കി കൊണ്ടുമ്പോൾ അവനെ പ്രകോപിപ്പിക്കാനായിട്ട് അനലീസ് പറയുന്നത് റബേക്ക ഒളിച്ചോടിയതല്ല, വെസ് അവളെ കൊന്നതാണ്, ഞാനാണ് കൊന്നത്. അങ്ങനെ കലിപ്പ് കയറ്റുന്നു. പുള്ളി കാമുകി അനലീസ് കൊന്നു എന്ന് കേട്ടപ്പം കയ്യിൽ നിന്ന് പോയ വെസ് അനലീസിൻ്റെ കാലിനിട്ടല്ല വയറിന് തന്നെ വെടിവെച്ച് കൊടുക്കും. അപ്പം ആശുപത്രിയിൽ ഈ മരണത്തിൻ്റെ വക്കിലെത്തിയ അനലീസ് അവിടുന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണ്. പിന്നെ തുടർന്ന് കുട്ടിക്കാലത്ത് വെസ്സിൻ്റെ യഥാർത്ഥ പേര് ക്രിസ്റ്റഫൻ എന്നായിരുന്നെന്നും അവൻ്റെ അമ്മ റോസിൻ്റെ ആത്മഹത്യയിലോട്ട് നയിച്ച കാര്യങ്ങളിൽ അനലീസിന് പങ്കുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഫ്ലാഷ് ബാക്സ്, അങ്ങനെ ആ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഈ സീസൺ, അതായത് സീസൺ 3, ഇത് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നാണ് പ്രേക്ഷകർക്ക് കൊടുത്തത്. അനലീസിൻ്റെ വീടിന് വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു. അതിനുള്ളിൽ നിന്നൊരു മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുക്കുന്നു. ആ മൃതദേഹം കഥയുടെ കേന്ദ്രമായ വെസ് ഗിബിൻസിൻ്റേതായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വെസ് തീപിടിച്ച് മരിച്ചതല്ലെന്നും വീടിന് തീപിടിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ ആരോ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണെന്നും വ്യക്തമാകുന്നുണ്ട്. അനലീസിനെ വീണ്ടും കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യും. ജയിലിൽ അനലീസ് ഒരുപാട് പീഡനങ്ങളും തലമുട്ടയടിക്കലും ആത്മഹത്യയൊക്കെ അവരുടെ ക്യാരക്ടറിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കുകയാണ്. ഈ സമയത്ത് ഒലിവർ അനലീസിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അനലീസിൻ്റെ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും നിർണായക തെളിവുകളൊക്കെ നശിപ്പിച്ച് അവളെ സഹായിക്കാനായിട്ട് സ്വന്തം ധാർമ്മികത ഒക്കെ മാറ്റി ഒരു സൈഡിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്സിനെ കൊന്ന ആരാണ് എന്ന അന്വേഷണം ഒടുവിൽ ചെന്നത് നമ്മുടെ ലോറലിൻ്റെ ഡാഡിയായ ജോർജ് കാസ്റ്റ്ലോ എന്ന മറ്റേ അണ്ടർവേൾഡ് വ്യവസായിയുടെ അടുത്തോട്ടാണ്. ഇപ്പോൾ വെസ് പോലീസിന് മുന്നിൽ മാപ്പ് സാക്ഷിയാകാൻ പോകുന്നത് തെറ്റിദ്ധരിച്ച് കാസ്റ്റ്ലോ പുള്ളിയുടെ വിശ്വസ്തനായിട്ടുള്ള ഡൊമിനിക്കിനെ വെച്ചിട്ട് വെസ്സിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണ്. അപ്പം ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാനായിട്ടാണ് വീടിന് തീയിട്ടത്. അപ്പം താൻ വെസ്സിൻ്റെ കുഞ്ഞ് ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് ലോറൽ തിരിച്ചറിയുന്നതോടെ ആ സീസൺ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവസാനിക്കുന്നു. അതാണ് സീസൺ 3യുടെ ഒരു സമ്മറി. സീസൺ 4 വരുമ്പോൾ വെസ്സിൻ്റെ മരണശേഷം പൂർണ്ണമായിട്ടും തകർന്നു പോയ അനലീസ് മദ്യത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് തെറാപ്പിക്ക് പോകുന്നു. വിദ്യാർത്ഥികളെ, അതായത് ആ പിള്ളേരെയൊക്കെ ഇവരുടെ അടുത്തുനിന്ന് പറഞ്ഞു വിട്ടാലേ അവർക്കൊരു ഭാവി ഉണ്ടാവുമെന്ന് അനലീസ് തിരിച്ചറിയുന്നു. അപ്പോൾ അവരെല്ലാം പിരിച്ചുവിടുകയാണ്. നീതിന്യായ വ്യവസ്ഥയിലെ കൃത്യമായ നിയമസഹായം ലഭിക്കാതെ ജയിലിൽ കഴിയുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അനലീസ് ഒരു ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നേർലഹയുടെ ജയിലിൽ കഴിയുന്ന അച്ഛൻ്റെ കേസും അനലീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ഈ പോരാട്ടം അമേരിക്കൻ സുപ്രീം കോടതിയുടെ മുന്നിലെത്തുകയാണ്. അവിടെ 9 ജഡ്ജിമാർക്ക് മുന്നിൽ നിന്ന് അനലീസ് നടത്തുന്ന പ്രസംഗം
ഒരു 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 ഫയർ തന്നെയാണ്. അപ്പോൾ അതേസമയം ലോറിൽ തൻ്റെ അച്ഛനെ തകർക്കാനുള്ള രഹസ്യ ഓപ്പറേഷൻ നടത്തുന്നതിനിടയിൽ ഒരു ഹോട്ടൽ എലിവേറ്ററിൽ കുടുങ്ങിപ്പോവാണ്. അവിടെ വെച്ച് മാസം തികയാതെ രക്തസ്രാവത്തോടെ അവൾ പ്രസവിക്കുന്നു. ബോധം പോയിട്ട് ജീവനിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ എലിവേറ്ററിൻ്റെ കമ്പികൾക്കിടയിലൂടെ വലിച്ച് പുറത്തെടുത്ത് അനലീസ് CPR കൊടുത്തിട്ട് കരയിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതിൽ. ഒരു ടച്ചിങ് സീൻ തന്നെയാണ്. അപ്പോൾ അതാണ് നാലാമത്തെ എപ്പിസോഡിൻ്റെ നാലാമത്തെ സീസണിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ സീസണിലോട്ട് വന്നാൽ സുപ്രീം കോടതി കേസ് ജയിച്ചോടെ അനലിസ്റ്റ് പെൻസിൽവാനിയ ഗവർണറായിട്ടുള്ള ലിൻ ബാർഹെഡിൻ്റെ 1 നമ്പർ ശത്രുവായിട്ട് മാറും. ഇതോടെ സാമിൻ്റെ ആദ്യത്തെ കല്യാണത്തിലെ മോനായ ഗബ്രിയൽ മഡോക്സ് അനലീസിനെ തകർക്കാൻ വിദ്യാർത്ഥിയായിട്ട് ക്യാമ്പസിലെത്തുകയാണ്. ഇതിനിടയിൽ കോണറിൻ്റെയും ഒലിവറിൻ്റെയും വിവാഹ റിസപ്ഷൻ നടക്കുന്ന രാത്രിയിൽ പുറത്ത് നല്ല കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അപ്പോൾ അനലീസിൻ്റെ കേസ് വഴി പുറത്ത് ഇറങ്ങാനിരുന്ന നേറ്റിൻ്റെ അച്ഛനെ ജയിൽ മാറ്റത്തിനിടയിൽ വെച്ച് പോലീസുകാർ ഒരു കാര്യമില്ലാണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. അപ്പൻ്റെ ബോഡി കണ്ട് നിയന്ത്രണം പോയ നേറ്റ് ഇതിനുത്തരവിട്ടത് ഇടക്കാല ഡിസ്ട്രിക്ട് അറ്റോർണിയായ റൊണാൾഡ് മില്ലറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മഞ്ഞ് വെച്ച് മില്ലറുടെ മുഖം അടിച്ച് തകർത്ത് കളയും. അപ്പം ചോരയിൽ കിടക്കുന്ന മില്ലറിനെ കണ്ട് ഓടിയെത്തുന്ന ബോണി നേറ്റിനെ രക്ഷിക്കാനും മില്ലറുടെ വേദന അവസാനിപ്പിക്കാനുമായിട്ട് സ്വന്തം കൈകൊണ്ട് മില്ലറുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. എന്നാൽ പിന്നെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുമ്പം നേറ്റിൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു നിരപരാധിയായിരുന്നു മില്ലർ എന്ന് നേറ്റും ബോണിയും തിരിച്ചറിയും. അത് ഒരു നിരപരാധിയെ കൊന്നു എന്നുള്ള ബോണി ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാക്കും. 6ാമത്തെ സീസണിലോട്ട് വരുമ്പോൾ 6ാമത്തെ സീസൺ ലാസ്റ്റ് സീസണാണ്. അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് FBI എല്ലാ പഴയ കേസുകളും ഒന്നിച്ചു ചേർത്ത് അനലീസിനെതിരെ രാജ്യദ്രോഹവും കൊലപാതക ഗൂഢാലോചനയൊക്കെ ചുമത്തുകയാണ്. FBI ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മൈക്കിളേയും കോർണറും അനലീസിനെതിരെ കോടതിയിൽ കള്ളസാക്ഷി പറയാൻ കരാർ ഒപ്പിടും. എന്നാൽ കോണർ ജയിലിൽ പോകാൻ തയ്യാറെടുത്തപ്പോൾ ഒലിവർ കോണറെ രക്ഷിക്കാൻ FBIക്കെതിരെ തിരികെയാണ്. ഇതിനിടയിൽ ആഷർ ഒരു FBI ഇൻഫോർമറാണെന്ന് കൂട്ടുകാർ തിരിച്ചറിയുന്നു. അവനെ സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തുന്നു. പക്ഷെ ആ രാത്രിയിൽ ആഷർ ഒരു അജ്ഞാതനാൽ കൊല്ലപ്പെടുകയാണ്. പിന്നീട് FBI ഏജൻറ്റ് അത് വേണ്ട, അത് സ്പോയിലറായി പോവും. നേരിലേക്ക് അനലീസിനെതിരെ മൊഴി നൽകാനായിട്ട് വലിയൊരു തുക വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവസാനം അയാൾ കോടതിയിൽ വെച്ച് സത്യം പറഞ്ഞ് അനലീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു. കോടതിയിൽ സ്വന്തം കേസ് സ്വയം വാദിക്കാൻ അനലീസ് തീരുമാനിക്കുകയാണ്. കോടതി മുറിയിൽ അനലീസ് തൻ്റെ വിഗ്ഗില്ലാതെ കള്ളങ്ങളില്ലാതെ സ്വന്തം തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയും. അവസാനം നീണ്ട പ്രസംഗങ്ങളൊക്കെയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ജൂറി അവസാനം എല്ലാ കുറ്റങ്ങളിൽ നിന്നും പുള്ളിക്കാരിയെ ഇറക്കി വിടും, വെറുതെ വിടുകയാണ്. എന്നിട്ട് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറയുമ്പോൾ അനലീസിനെ കൊലപ്പെടുത്താൻ ഗവർണർ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഫ്രാങ്ക് ഗവർണറെ പരസ്യമായിട്ട് തന്നെ വെടിവെച്ചിടുകയാണ്. പോലീസുകാർ തിരിച്ച് ഫ്രാങ്കിനെയും വെടിവെക്കും. അവനെ തടയാൻ വേണ്ടിയിട്ട് ഓടി വന്ന ബോണിയുടെ നെഞ്ചിൽ വെടിയുണ്ടാവുള്ളൂ. അങ്ങനെ ചോരി എഴുതുന്ന ബോണിയെയും ഫ്രാങ്കിനെയും മടിയിലിരുത്തി അനലീസ് അലറിക്കരയുന്ന ഒരു സീനൊക്കെയുണ്ട്. രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും. പിന്നെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ മരണമടഞ്ഞ അനലീസിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പ്രായമായ കോണർ, ഒലിവർ അവർ വീണ്ടും ഒരുമിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഇവരെല്ലാം അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടേക്ക് നടന്നു വരുന്നൊരു യുവാവ് അതേ പഴയ ലോ ക്ലാസ് മുറിയിലെ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതുകയാണ്, ഹൗ ടു ഗെറ്റ് അവേ വിത്ത് മർഡർ. അത് വെസ്സിൻ്റെ മകനായ പ്രൊഫസർ ക്രിസ്റ്റഫർ ആയിരുന്നു. അങ്ങനെ അനലീസിൻ്റെ ജീവിതം ഒരു സർക്കിൾ പൂർത്തിയാക്കുകയാണ്. ഇതിൽ ഈ സീരീസ് നമ്മളെ നമ്മളോട് പറയുന്നത് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് കോടതികളെ ഒരുപക്ഷെ നമുക്ക് പറ്റിക്കാൻ പറ്റും. എന്നാൽ നാം ചെയ്യുന്ന ഓരോ തെറ്റും നമ്മുടെ ഉള്ളിലൊരു മുറിവുണ്ടാക്കും. ആ കുറ്റബോധത്തിൽ നിന്നും മനസാക്ഷിയുടെ കോടതിയിൽ നിന്നും ഈ ലോകത്ത് ആർക്കും ഒരിക്കലും ഗെറ്റ് അവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്.
ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ട്. അതായത് കുറേ പ്രണയങ്ങളുണ്ട്, റിവെഞ്ച് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വേറെ ഉണ്ട്. എൻ്റെ ഓവറോൾ പറഞ്ഞാൽ ഇത് ഞാൻ എത്രത്തോളം പറഞ്ഞ് വലിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് സാധനമാണ്. ടക്കേന്ന് പോകുന്നൊരു സീരീസാണ്. ഓരോ എപ്പിസോഡും അവസാനിക്കുമ്പോൾ നമ്മൾ അടുത്തത് കാണാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഇത് പിന്നെ അതിൻ്റെ ഒരു ത്രസ്റ്റ് എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പറയുമെങ്കിൽ അത് ഉണ്ട്, നമ്മളെ ഇരുത്തി കാണിക്കും. ഞാനിത് ഏതാണ്ട് 2-3 ദിവസങ്ങൾ കൊണ്ടാണ് ഇത് മുഴുവൻ കണ്ടു തീർന്നത്. അതിന് അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കുറ്റം കുറവൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാധനം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഒരു നല്ല സീരീസാണ്. നിങ്ങളുടെ സമയം പോവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു.